നിങ്ങൾ ഒരു ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുകയും അത് ക്ലയൻറ്റിന് കൊടുക്കുകയും ക്ലയൻറ്റ് അത് ഇഷ്ടപ്പെടുകയും അതിനുശേഷം വാസ്തുവിൻ്റെ പേരിൽ ആ ഫ്ലോർ പ്ലാൻ റീഡിസൈൻ ചെയ്യേണ്ട അവസ്ഥ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിനുശേഷം അതേ ഫ്ലോർ പ്ലാൻ അത്ര പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ റീഡിസൈൻ ചെയ്ത് ഫൈനലാക്കി നിങ്ങൾ കൊടുക്കേണ്ട അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? നമുക്കറിയാം, ഫ്ലോർ പ്ലാൻ എല്ലാം ക്രമീകരിച്ച ശേഷം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും മിക്ക ആളുകളും വാസ്തു വികാരം ചെയ്യുന്ന ആളുടെ കൺസൾട്ടേഷനായിട്ട് കൊടുത്തിട്ട് അത് ശരിയാണോ തെറ്റാണോ സ്ഥാനം കൃത്യമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റ് സ്പേസ് അനുസരിച്ച് ആ സ്ഥലത്തെ അനുസരിച്ച് സ്പേസ് യൂട്ടിലൈസേഷൻ അനുസരിച്ച് ഏറ്റവും നല്ലൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാനുള്ള സ്കില്ലുള്ള ആളായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വാസ്തുവിൻ്റെ ഈ ഒരു ചെറിയ സ്കില്ല് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ അവസാനം ക്ലയൻറ്റ് അപ്രൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ റിവിഷൻസോ അല്ലെങ്കിൽ കറക്ഷൻസോ ഒക്കെ പറയേണ്ടി വരുന്നു. ഹായ്, ഞാൻ ശരവണൻ നായർ, ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ്. ഞാൻ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, വർഷങ്ങളോ മാസങ്ങളോ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് വാസ്തുപ്രകാരമുള്ള ഫ്ലോർ പ്ലാനുകൾ തെറ്റുകൂടാതെ ഒരു ക്ലയൻറ്റിന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ക്രമീകരിക്കാനായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവായിട്ട് ഫ്രീ ആയിട്ട് ഞാനൊരു വെബിനാറിലൂടെ എങ്ങനെയാണ് ഒരു തുടക്കക്കാർക്ക് വരെ വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഈസി ആയിട്ട് നമുക്ക് ക്രമീകരിക്കാൻ പറ്റുന്നത് എന്നുള്ള മെത്തേഡാണ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് റിസൾട്ട് കിട്ടിയിട്ടുള്ള അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് മെത്തേഡാണ് 2026 കാലഘട്ടത്തിൽ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ അവസാനം ഫയലിൽ സബ്മിറ്റ് ചെയ്യണം ഉൾപ്പെടെയുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ടുള്ള ലൈവായിട്ടുള്ള വെബിനാർ നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. മൂന്നാമതായിട്ട്, ഈ വാസ്തുവിൻ്റെ സ്കില്ല് കൂടെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലയൻറ്റിനെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾ ഇപ്പം ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് നിങ്ങളെ മാറ്റാനായിട്ട് സാധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിത് പറയുന്നത്. ഈ വെബിനാർ പൂർണ്ണമായി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ടേബിളിൻ്റെ സാമ്പിൾ പേജസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് എനിക്ക് എഞ്ചിനീയറിനൊപ്പം ആർക്കിടെക്റ്റിനൊപ്പം ബിൽഡറിൻ്റെ ഒപ്പം ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ ഫീൽഡിലെ എക്സ്പേർട്ടായിട്ടുള്ള ഏറ്റവും നല്ല സ്പേസ് കൃത്യമാക്കിയിട്ട് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ കഴിവുള്ളവരായിരിക്കും. പക്ഷേ വാസ്തുവിൻ്റെ ഈ ഒരു പോരായ്മ കാരണം തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഫൈനൽ ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ചിട്ട് അതേപോലെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് വാസ്തുവിൻ്റെ നിയമങ്ങളോട് ഉൾപ്പെടുത്തി ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത് എന്നാണ് നമ്മൾ ലൈവായിട്ട് പറഞ്ഞിരുന്നത്. നമ്മുടെ സിമ്പിൾ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ തന്നെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എത്ര ബെഡ്റൂം വേണം, ലിവിങ് വേണം, ഡൈനിങ് വേണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നു. അതിനുശേഷം ഓരോ റൂമിലും നമ്മൾ എടുക്കേണ്ട ഫർണിച്ചറുകൾ ഏതൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് ലിവിങ് ഹാളിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വേണ്ടത്, ബെഡ്റൂമിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വേണ്ടത്, അതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവരിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം അതനുസരിച്ച് AI ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രയാണ് വേണ്ട ഒരു മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ഒരു റൂം സൈസിൻ്റെ അളവുകൾ എത്രയാണെന്ന് നമ്മൾ AI ചോദിക്കുന്നു. അപ്പോൾ AI ആ ഫർണിച്ചറിലോട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര റൂമുകൾ സൈസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് AIയിൽ നിന്ന് കിട്ടുന്ന അളവുകൾ നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേഷൻ ടേബിളിലൂടെ നമ്മൾ നോക്കുന്നു. ഈ കാൽക്കുലേഷൻ ടേബിളിനകത്ത് നേരത്തെ തന്നെ നമ്മളെല്ലാം കൃത്യമായിട്ട് PDF ഫയലിലൂടെ ഒത്തിരി അളവുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാസ്തുപ്രകാരമുള്ള നമ്മുടെ അളവുകൾ നമുക്ക് വേണ്ട അളവിനോട് ചേർത്തിട്ടുള്ള അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക, അത് പെറുക്കിയെടുത്ത് കൃത്യമാക്കി ഇട്ടിട്ട് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും പകുതി സമയം കൊണ്ട് ഈ AI നമ്മുടെ ടേബിൾ ഉപയോഗിച്ചിട്ട് വാസ്തുപ്രകാരവും സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫർണിച്ചറൊക്കെ ലേഔട്ട് ചെയ്യുന്ന രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് 2026 ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ക്ലയൻറ്റിനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു മെത്തേഡാണ് ലൈവായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് റിവിഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ഫർണിച്ചർ ലേഔട്ട് ഉൾപ്പെടെയായിട്ടുള്ള രീതിയിലായിരിക്കും അവസാനം നമ്മൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ മനസ്സെന്താണോ അതിനനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് AIയിലൂടെയും നമ്മുടെ ടേബിളുകളിലൂടെയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ റിവിഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 2026 വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വാസ്തുപ്രകാരമായിട്ടുള്ളതാണെങ്കിലും എഞ്ചിനീയർ പരമായിട്ടുള്ളതാണെങ്കിലും ബിൽഡിംഗ് പരമായിട്ടുള്ള എല്ലാ രീതിയിലും ക്രമീകരിക്കുന്ന രീതിയിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടാകുക, ഒരു അസോസിയേഷനോടുകൂടി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ആക്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ആ വെബിനാറിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എങ്ങനെയാണ് റിസൾട്ട് കിട്ടുക അതേ മെത്തേഡായിരിക്കും ഞാൻ പറയുന്നത്. ആ മെത്തേഡ് കേട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ 2026 മുതൽ വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന വീടുകൾ നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാം.
ശ്രമിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ ഇതേപോലത്തെ വീഡിയോസ് കാണാം. അതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലൈവ് നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു.